1 കിലോമീറ്റർ. ആ സംഖ്യ കേൾക്കുമ്പോൾ അത് വെറും ഒരു ഉയരം മാത്രമായി തോന്നാം. പക്ഷേ മനുഷ്യൻ ഇതുവരെ നിർമ്മിച്ച ഒരു കെട്ടിടവും ആ ഉയരത്തെ സ്പർശിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും സൗദി അറേബ്യയിലെ ജിദ്ദ ടവറിലേക്കാണ് തിരിയുന്നത്. നിർമ്മാണം പൂർത്തിയായാൽ ഇത് ഔദ്യോഗികമായി ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാകും. പക്ഷേ ഈ റെക്കോർഡിന് പിന്നിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സത്യമുണ്ട്. ആ 1 കിലോമീറ്റർ ഉയരത്തിൽ വലിയൊരു ഭാഗം ആളുകൾക്ക് താമസിക്കാനോ ജോലി ചെയ്യാനോ കഴിയുന്ന നിലകളല്ല. അത് ആകാശത്തേക്ക് നീളുന്ന ഭീമൻ സ്റ്റീൽ സ്പയറാണ്. എന്നിട്ടും ലോക റെക്കോർഡ് അളക്കുമ്പോൾ ആ ശൂന്യമായ ഉയരവും പൂർണ്ണമായി കണക്കാക്കപ്പെടും. അപ്പോൾ ചോദ്യമുയരുന്നു, ജിദ്ദ ടവർ ശരിക്കും ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണോ, അതോ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഒരു പ്രതീകമോ? എന്നാൽ ഈ കഥയുടെ ഏറ്റവും അതിശയകരമായ ഭാഗം അതല്ല. ഒരു ഘട്ടത്തിൽ ജിദ്ദ ടവർ ലോകത്തിലെ ഏറ്റവും ചെലവേറിയ പരാജയപ്പെട്ട പദ്ധതിയെന്നുപോലും വിശേഷിപ്പിക്കപ്പെട്ടു. 2013-ൽ വലിയ പ്രതീക്ഷകളോടെയാണ് നിർമ്മാണം ആരംഭിച്ചത്. ഭീമൻ ക്രെയിനുകൾ മരുഭൂമിയിൽ ഉയർന്നു. ആയിരക്കണക്കിന് തൊഴിലാളികൾ രാവും പകലും ജോലി ചെയ്തു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കെട്ടിടം നിരവധി നിലകൾ പിന്നിട്ടു. ലോകം ഇത് അടുത്ത ചരിത്ര നേട്ടമാകുമെന്ന് വിശ്വസിച്ചു. പക്ഷേ ഒരു ദിവസം എല്ലാം മാറി. ക്രെയിനുകൾ നിശ്ചലമായി. നിർമ്മാണത്തിന്റെ ശബ്ദം അവസാനിച്ചു. തൊഴിലാളികൾ മടങ്ങിപ്പോയി. മരുഭൂമിയുടെ നടുവിൽ പൂർത്തിയാകാതെ നിൽക്കുന്ന ഒരു ഭീമൻ കോൺക്രീറ്റ് ഘടന മാത്രം ബാക്കി. പലരും കരുതിയത് എഞ്ചിനീയറിംഗ് പരാജയമാണെന്ന്. പക്ഷേ യഥാർത്ഥ കാരണം മറ്റൊന്നായിരുന്നു. സൗദി അറേബ്യയിൽ നടന്ന വലിയ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾ ഈ പദ്ധതിയെ നേരിട്ട് ബാധിച്ചു. പദ്ധതിക്ക് പിന്തുണ നൽകിയിരുന്ന വൻകിട നിക്ഷേപകരും ബിസിനസ് ഗ്രൂപ്പുകളും പ്രതിസന്ധിയിലായി. ധനസഹായം മന്ദഗതിയിലായി. കരാറുകൾ നിർത്തിവെച്ചു. ഒടുവിൽ നിർമ്മാണവും നിലച്ചു. ലോകത്തിന്റെ ഭാവിയെ പ്രതിനിധീകരിക്കുമെന്ന് കരുതിയ ഈ കെട്ടിടം വർഷങ്ങളോളം മരുഭൂമിയിൽ നിശബ്ദമായി നിന്നു. അതൊരു കെട്ടിടം മാത്രമായിരുന്നില്ല, അപൂർണമായി നിൽക്കുന്ന ഒരു സ്വപ്നമായിരുന്നു. പലരും പറഞ്ഞു, മനുഷ്യൻ ഇത്തവണ തന്റെ പരിധി കടക്കാൻ ശ്രമിച്ചു. പക്ഷേ യഥാർത്ഥ പരീക്ഷണം ഇപ്പോഴാണ് തുടങ്ങുന്നത്. കാരണം 1 കിലോമീറ്റർ ഉയരമുള്ള കെട്ടിടത്തിന്റെ ഏറ്റവും വലിയ ശത്രു പണമോ രാഷ്ട്രീയമോ അല്ല, അത് പ്രകൃതിയാണ്. 1 കിലോമീറ്റർ ഉയരത്തിലെത്തുന്ന ഓരോ കെട്ടിടവും ഒടുവിൽ ഒരേ ശത്രുവിനെ നേരിടും. അത് പണമല്ല, രാഷ്ട്രീയവുമല്ല, അത് കാറ്റാണ്. നിലത്ത് നിൽക്കുമ്പോൾ കാറ്റ് ഒരു സാധാരണ കാറ്റായി തോന്നാം. പക്ഷേ നൂറുകണക്കിന് മീറ്റർ ഉയരത്തിലെത്തുമ്പോൾ അതിന്റെ സ്വഭാവം പൂർണ്ണമായും മാറും. അവിടെ കാറ്റ് തുടർച്ചയായി ഒരു ഭീമൻ ശക്തിയായി കെട്ടിടത്തെ തള്ളിക്കൊണ്ടിരിക്കും. ഒരു വലിയ ലംബ ഉപരിതലത്തിൽ കാറ്റിടിക്കുമ്പോൾ അത് കെട്ടിടത്തിന്റെ ഇരുവശങ്ങളിലൂടെയും ചുറ്റി സഞ്ചരിക്കും. അപ്പോൾ അതിന്റെ പിന്നിൽ ചുരിയാകൃതിയിലുള്ള വായുപ്രവാഹങ്ങൾ രൂപപ്പെടും. എഞ്ചിനീയർമാർ ഇതിനെ വോർട്ടെക്സ് എന്ന് വിളിക്കുന്നു. ഈ വോർട്ടെക്സ് തുടർച്ചയായി രൂപപ്പെടാൻ തുടങ്ങിയാൽ കെട്ടിടത്തിന്റെ ഇരുവശങ്ങളിലും ശക്തമായ വശങ്ങളിലേക്കുള്ള മർദ്ദമുണ്ടാകും. ആ മർദ്ദം നിയന്ത്രിക്കാൻ കഴിയാതെ വന്നാൽ മുഴുവൻ ഘടനയും അപകടകരമായി ആടിത്തുടങ്ങും. അതുകൊണ്ടാണ് ആധുനിക സൂപ്പർ ടോൾ കെട്ടിടങ്ങൾ മുകളിലേക്ക് പോകുന്തോറും മെലിഞ്ഞ രൂപത്തിലേക്ക് മാറുന്നത്. ഓരോ ഉയരത്തിലും കെട്ടിടത്തിന്റെ ആകൃതി ചെറുതായി മാറും. ഇത് സൗന്ദര്യത്തിനു വേണ്ടിയല്ല, കാറ്റിന്റെ താളം തകർക്കാനാണ്. കാറ്റിന് ഒരേ രീതിയിൽ ചുറ്റാൻ കഴിയാതിരുന്നാൽ അപകടകരമായ വോർട്ടെക്സുകളും കുറയും. ഇതേ ആശയമാണ് ദുബായിലെ ബുർജ് ഖലീഫയിലും ഉപയോഗിച്ചത്. 3 ദിശകളിലേക്ക് വ്യാപിക്കുന്ന ആകൃതിയിലുള്ളിലുള്ള കോർ കെട്ടിടത്തിന് കൂടുതൽ സ്ഥിരത നൽകുന്നു. ജിദ്ദ ടവറും ഇതേ അടിസ്ഥാന ആശയം സ്വീകരിക്കുന്നു. പക്ഷേ ഒരു വലിയ വ്യത്യാസമുണ്ട്. ബുർജ് ഖലീഫ എത്തിച്ച ഉയരത്തേക്കാൾ വളരെ മുകളിലേക്കാണ് ജിദ്ദ ടവർ പോകാൻ ശ്രമിക്കുന്നത്. അവിടെ കാറ്റിന്റെ ശക്തിയും പൂർണ്ണമായും വേറിട്ടതായിരിക്കും. അതുകൊണ്ട് പഴയ പരിഹാരങ്ങൾ മാത്രം മതിയാകില്ല. പക്ഷേ കാറ്റിനെ നിയന്ത്രിച്ചാൽ പോലും പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല. അതിനുശേഷം മറ്റൊരു വലിയ വെല്ലുവിളി തുടങ്ങുന്നു. അത് കോൺക്രീറ്റാണ്. ഒരു കെട്ടിടം ഉയരുന്നതിനനുസരിച്ച് അതിന്റെ ഭാരം തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കും. ഓരോ പുതിയ നിലയും താഴെയുള്ള എല്ലാ നിലകളിലും കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കും. ഒടുവിൽ ഒരു ഘട്ടത്തിൽ കെട്ടിടം സ്വന്തം ഭാരം തന്നെ താങ്ങാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയിലേക്കെത്തും. അതോടൊപ്പം മറ്റൊരു പ്രശ്നവും ഉയരും. 1 കിലോമീറ്റർ ഉയരത്തിലേക്ക് നനഞ്ഞ കോൺക്രീറ്റ് പമ്പ് ചെയ്ത് എത്തിക്കുക എന്നത് തന്നെ അത്യന്തം ദുഷ്കരമായ ഒരു ജോലിയാണ്.
ഉയരം കൂടുന്നതിനനുസരിച്ച് പമ്പുകളിലും പൈപ്പുകളിലും ഉണ്ടാകുന്ന മർദ്ദം അപകടകരമായ തോതിലേക്ക് ഉയരും. അവിടെ നിന്ന് സാധാരണ നിർമ്മാണ രീതികൾക്ക് മുന്നോട്ടു പോകാൻ കഴിയാത്ത ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറമെത്തുമ്പോൾ എഞ്ചിനീയർമാർക്ക് ഒരു പുതിയ തീരുമാനം എടുക്കേണ്ടിവരും. ആ തീരുമാനം തന്നെയാണ് ജിദ്ദ ടവറിനെ മറ്റെല്ലാ കെട്ടിടങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഇവിടെയാണ് ഏറ്റവും കൗതുകകരമായ ഭാഗം തുടങ്ങുന്നത്. ഒരു കെട്ടിടത്തിന്റെ ഉയരം ലോക റെക്കോർഡായി എങ്ങനെ കണക്കാക്കുന്നു? പലരും കരുതുന്നത് ഏറ്റവും ഉയരമുള്ള മേൽക്കൂരയുള്ള കെട്ടിടമാണ് വിജയിക്കുന്നതെന്നാണ്. ചിലർ വിചാരിക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നിലകളുള്ള കെട്ടിടമാണ് ഒന്നാം സ്ഥാനത്തെത്തേണ്ടത് എന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ലോകത്തിലെ സൂപ്പർ ടോൾ കെട്ടിടങ്ങളുടെ ഔദ്യോഗിക ഉയരം അളക്കുമ്പോൾ ഒരു പ്രത്യേക മാനദണ്ഡമാണ് ഉപയോഗിക്കുന്നത്. കെട്ടിടത്തിന്റെ സ്ഥിരമായ വാസ്തുവിദ്യാ രൂപകൽപ്പനയുടെ ഏറ്റവും ഉയർന്ന ഭാഗം വരെ ഉയരം കണക്കാക്കപ്പെടും. അതായത് അത് താമസത്തിനുള്ള നിലയാണോ, ഓഫീസാണോ, അതോ ആളുകൾക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥിരമായ സ്റ്റീൽ സ്പയറാണോ എന്നത് നിർണായകമല്ല. ആ ഭാഗം കെട്ടിടത്തിന്റെ സ്ഥിരമായ രൂപകൽപ്പനയുടെ ഭാഗമാണെങ്കിൽ അതും ഔദ്യോഗിക ഉയരത്തിൽ ഉൾപ്പെടും. ഇതേ നിയമം ചരിത്രത്തിലൊരിക്കൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. 2 പ്രശസ്ത അമ്പരചുംബികൾ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമെന്ന പദവിക്കായി മത്സരിച്ചപ്പോൾ ഉപയോഗിക്കാൻ കഴിയുന്ന ഉയരത്തേക്കാൾ പ്രധാനമായത് വാസ്തുവിദ്യാ രൂപകൽപ്പനയുടെ അവസാന ബിന്ദുവാണെന്ന് വിധിക്കപ്പെട്ടു. ആ തീരുമാനം പിന്നീട് എല്ലാ സൂപ്പർ ടോൾ കെട്ടിടങ്ങളുടെയും അളവുകോലായി മാറി. അതിനുശേഷം മറ്റൊരു പുതിയ ആശയം പ്രചാരത്തിലായി: വാനിറ്റി ഹൈറ്റ്. അതായത് ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന നിലയും കെട്ടിടത്തിന്റെ ഔദ്യോഗിക ഉയരവും തമ്മിലുള്ള വ്യത്യാസം. ആ വ്യത്യാസം ചിലപ്പോൾ വളരെ ചെറുതായിരിക്കും. പക്ഷേ ചില കെട്ടിടങ്ങളിൽ അത് നൂറുകണക്കിന് മീറ്ററുകളായി മാറുന്നു. അവിടെ ആരും താമസിക്കുന്നില്ല, ആരും ജോലി ചെയ്യുന്നില്ല. എന്നിട്ടും ആ ഉയരം ലോക റെക്കോർഡിന്റെ ഭാഗമാകുന്നു. അപ്പോൾ ഒരു പുതിയ ചോദ്യം ഉയരുന്നു: ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമെന്നത് ഏറ്റവും ഉയരത്തിൽ മനുഷ്യർ ജീവിക്കുന്ന കെട്ടിടമാണോ, അതോ ഏറ്റവും ഉയരത്തിലെത്തുന്ന നിർമ്മിതിയാണോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്നും എഞ്ചിനീയർമാരുടെയും വാസ്തുശില്പികളുടെയും ഇടയിൽ ചർച്ചയായി തുടരുന്നത്. ജിദ്ദ ടവർ ആ ചർച്ചയെ വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. കാരണം ഈ പദ്ധതിയിൽ ഉപയോഗിക്കാവുന്ന ഭാഗവും ഔദ്യോഗിക ഉയരവും തമ്മിലുള്ള വ്യത്യാസം ചരിത്രത്തിലെ ഏറ്റവും വലിയവയിലൊന്നായിരിക്കാം. അപ്പോൾ ജിദ്ദ ടവർ 1 കിലോമീറ്റർ ഉയരത്തെ സ്വരത്തെ സ്പർശിക്കുന്ന ദിവസം ചരിത്രം വീണ്ടും എഴുതപ്പെടും. മനുഷ്യൻ ഇതുവരെ സൃഷ്ടിച്ച ഏറ്റവും ഉയരമുള്ള നിർമ്മിതിയായി അത് ലോകത്തിന്റെ ശ്രദ്ധ നേടും. പക്ഷേ ആ ദിവസവും ഒരു ചോദ്യം ബാക്കിയാകും: നമ്മൾ അളക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഒരു കെട്ടിടത്തിന്റെ ഉപയോഗപ്രദമായ ഉയരമോ, അതിന്റെ എഞ്ചിനീയറിംഗ് മികവോ, അതോ ആകാശത്തേക്ക് നീളുന്ന ഒരു പ്രതീകത്തിന്റെ ഉയരമോ? ചരിത്രത്തിൽ പിരമിഡുകളുമുണ്ടായിരുന്നു, കത്തീഡ്രലുകളുമുണ്ടായിരുന്നു. ആളുകൾ താമസിക്കാൻ വേണ്ടിയല്ല അവ നിർമ്മിച്ചത്. മനുഷ്യന് എത്ര ഉയരത്തിലെത്താൻ കഴിയുമെന്ന് ലോകത്തോട് പറയാനായിരുന്നു. ഒരുപക്ഷേ ജിദ്ദ ടവറും അതേ കഥയുടെ പുതിയ അധ്യായമായിരിക്കാം. അല്ലെങ്കിൽ ലോക റെക്കോർഡുകൾ അളക്കുന്ന രീതിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ മനുഷ്യരെ നിർബന്ധിതരാക്കുന്ന ഒരു നിർമ്മിതിയായിരിക്കാം. അവസാനമായി ജിദ്ദ ടവർ 1 കിലോമീറ്റർ ഉയരത്തിലെത്തും. പക്ഷേ അത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമാണോ, അതോ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഒരു സംഖ്യ മാത്രമാണോ? ആ തീരുമാനം ഇനി നിങ്ങളുടേതാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഇത്തരത്തിലുള്ള ആഴത്തിലുള്ള ഡോക്യുമെന്ററികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.